നല്ല ഓഫ് റോഡാട്ടോ വഴി. ഇതിലെ ബൈക്ക് പോലും പോകത്തില്ല, ജീപ്പൊക്കെ പോകാനുള്ള വീതിയില്ല. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. ഈ റോട്ടിൽ കൂടെ നടന്ന് മുകളിലെത്തുമ്പോഴാണ് ആനപ്പാറ വ്യൂ പോയിൻ്റ്. ഇത് 2 സൈഡും റബ്ബർ തോട്ടവും ആളുകൾ കപ്പയും ഒക്കെ നട്ടേക്കണ കൃഷിസ്ഥലമാട്ടോ. അവനെ നോക്കണം കേട്ടോ, പട്ടി വന്നാണ്ടോ കടിക്കാൻ. ഇവിടെ ഒരു ചേട്ടൻ പുല്ല് വെട്ടുന്നുണ്ട്, ആളോട് ചോദിച്ചു നോക്കാം. ചേട്ടോ ചേട്ടോ, പുല്ലരിവാണോ? പശുവിനല്ലേ? ഇത് ശരിക്കും ഏഴല്ലൂരാണോ? സ്ഥലം ഏഴല്ലൂര്, പഞ്ചായത്ത് കോടിക്കുളം. കോടിക്കുളം ആ വലിയപാറയുടെ അടുത്ത് ഇങ്ങനെ ചതുരത്തിലൊരു കട്ട എഴുതിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം കുമാരമംഗലം. അങ്ങനെ ഈ മലയുടെ കിടപ്പേ 2 പഞ്ചായത്തിലായിട്ടാ. 2 പഞ്ചായത്തിലല്ലേ? ഓക്കെ. ഈ നമ്മള് ഗൂഗിളിലൊക്കെ നോക്കുമ്പോ ഏഴല്ലൂരിന്ന് കാണുന്നുണ്ട്. ഏഴല്ലൂര് മല എന്നാ ഇത് പറയുന്നത്. കണക്കും പ്രകാരം വലിയപാറയുടെ അടുത്ത് ഇങ്ങനെ ഒരു ചതുരത്തിൽ ഇത് വരച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം കുമാരമംഗലവും ഇവിടെ കോടിക്കുളവും. അങ്ങനെ വന്നേക്കണം വലിയപാറയുടെ അടുത്തേ. ഈ ആനപ്പാറ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പഴമക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലം കുത്തിപ്പിടിച്ചിട്ട് ഒരു കൊമ്പനാന ഇതിലെ കടന്നു പോയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു ആനയുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ആനയോട് കൂടി അവിടെ കല്ലായിപ്പോയി. അങ്ങനെയാണെന്നാ പറയണേ. കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. പഴയ ആൾക്കാർ ആയിപ്പെട്ടവരൊക്കെ പറയണ. അത് അങ്ങ് സൈഡിലാണോ? അല്ലെന്നേ, ഇവിടുന്ന് നമ്മളിത് കവലെ പോണത്തോളം പോയാൽ പല കാടാണ്, ഇതുപോലെ കാട്. അങ്ങോട്ട് ആൾക്കാർ പോണില്ല. ആനപ്പാറ എന്ന് പറഞ്ഞ് വലിയപാറയില് വന്ന് കിടക്കണം. അതെന്ന് വെച്ചാൽ ഈ പാറയുടെ പേര് പറഞ്ഞേക്കുന്നത് ചേനക്കുടവും പാറ എന്നാ പറയണം. ഈ വലിയപാറ അത് നടുക്ക് 2-3 കല്ലിരിക്കണുണ്ടോ. അത് പണ്ട് വേറെ തന്നെ ചേന മുറിച്ചാന്നൊക്കെ പറയണേ ഭീമന്റെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറം കുറച്ചൊക്കെ നടന്നു ചെന്ന് കഴിയുമ്പോൾ ഒരു ഗുഹയുണ്ട്. അപ്പോൾ ആ ആന കിഴക്കോട്ട തിങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റില്ല. അക്കരെ ഒന്ന് ആനയെ നിൽക്കണമെന്ന് തന്നെ തോന്നും റോഡിൽ നിന്നാൽ. ഞങ്ങൾ അതിൻ്റെ അകത്ത് ചെറുപ്പം മുതലേ പോകുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ആദ്യം ഈ ആൾക്ക് വന്നവർ ഈ ഒച്ചയൊക്കെ ബും ബും ഒച്ച വെക്കുമായിരുന്നു. അപ്പോൾ കല്ല് പറക്കി ഇട്ടിട്ട് ഇത് ആ കുഴിയൊക്കെ നകർന്നു പോയി. അപ്പോൾ എന്നാലും നമുക്ക് ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാം അതിൻ്റെ അടിയിൽ. ഇവിടെ കാറ്റ് അധികം ഉണ്ടാവുമോ? കാറ്റ് ഒരുമാതിരി ഉണ്ടാകാൻ കേട്ടോ. ഉണ്ടല്ലേ? അത് ഒറ്റ മലയായിട്ട് കിടക്കില്ലേ, അവിടുന്ന് വന്നാലും ഈ മലയ്ക്ക് തിരിച്ചാണ് കാറ്റ് വരുന്നത്. അവിടുന്ന് ഏഴൂരിൽ നിന്ന് വന്നാലും ഭയങ്കര കാറ്റാ. പട്ടയം 2023 പട്ടയം കൊടുത്തു. പട്ടയൊക്കെ ഉണ്ടല്ലേ? കപ്പിലാഞ്ചോട് വഴി റൂട്ട് പടിഞ്ഞാറക്കോട്ടും ഞാറക്കാട് വഴിയാണ്. അവിടുന്ന് കയറി വന്നാൽ ഇതിന്റെ മുകളിലേക്ക് ജീപ്പ് വരും അല്ലേ? ജീപ്പ് വരും. നമ്മൾ കപ്പിലാഞ്ചോടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ കോൺക്രീറ്റാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ മുകളിൽ ജീപ്പ് കയറുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാടുകളിലുള്ള പുന്നാന്ന് പറയും. ഇതുണ്ടോ, പുന്നക്ക മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആടൊക്കെ പറക്കി തിന്നണ കാണാം. പുന്ന നടന്ന് അങ്ങനെ നമ്മൾ ആനപ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആനപ്പാറയിലെത്തി. ഇതാണ് ആനപ്പാറയുടെ തുടക്കം. കൊള്ളാം, നല്ല രസമുണ്ട്. കാണേണ്ട ഒരു വ്യൂ പോയിന്റ് തന്നെ ഇത്. ഇതാണ് ആനപ്പാറയുടെ വ്യൂ പോയിന്റ്. പാറകൾ നമ്മൾ രാമക്കൽമേട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കൂട്ട് പാറകളും അവിടെ നിന്നുള്ള വ്യൂ. അങ്ങോട്ട് നമ്മുടെ ഹൈ റേഞ്ച് ഭാഗമാണ് ആ കാണുന്നത്. ഇതേ കാണുന്നത് നമ്മുടെ തൊടുപുഴ ഭാഗമാണ്. ഇതേ കാണുന്നത് കണ്ടോ മൂവാറ്റുപുഴ ഏരിയ ആണ്. ഇത് മണിയന്ത്രം മല. അടിപൊളിയാണ്. 360 ഡിഗ്രി വ്യൂ ആട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ് വന്നിരിക്കാനും. വലിയ ഫ്ലാറ്റൊക്കെ കാണാം. ഏതാണെന്ന് ഒരു പിടുത്തമില്ല, നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. തൊടുപുഴ ഭാഗമാണ് ഇത്, ഈ കാണുന്ന സൈഡ്. ഇതേ അങ്ങ് കാണുന്നത് മണിയന്ത്രം മലയാണ്. നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് ബസ്സിൽ പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു മല കാണത്തില്ലേ,
ഇതിൻ്റെ അകത്തൂടെയൊക്കെ ഇറങ്ങി നടക്കട്ടെ നമുക്ക്. വലിയ അപകടമൊന്നുമില്ല. കൊള്ളാം. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് ഉരുണ്ട് പോവാം. ഈ കാണുന്ന പാറക്കെട്ടുകളുടെ അടിഭാഗത്ത്, ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് അടിഭാഗത്ത് വന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ ആരും ഇവിടെ വരുന്നവർ നോക്കരുത്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ നല്ല അപകടമുള്ള സ്ഥലം അവിടെ. നല്ല വഴുക്കലും ഉണ്ട്, കുറച്ച് സ്ഥലമുള്ളൂ അവിടെ നിൽക്കാം. അങ്ങ് താഴത്തേക്ക് പോകും. ആനപ്പാറയിലെ കാഴ്ചകൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത പുതിയൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.